കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിലെ ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, വിശുദ്ധ ഔസേപിതാവിൻ്റെ സവിശേഷതകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുകയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകം ചിന്തിക്കുന്നത് ഔസേപിതാവിനെ കുറിച്ചുള്ള ചിത്രങ്ങൾ ആദ്യകാലങ്ങളിൽ വരയ്ക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു വിശുദ്ധ ഔസേപിതാവിൻ്റെ ചിത്രങ്ങൾക്ക്. അതിപ്രകാരമാണ്, ഔസേപിതാവിൻ്റെ കാതുകൾ വളരെ വലിയ കാതുകളായിട്ടാണ് അന്ന് കാലങ്ങളിൽ ചിത്രകാരന്മാർ വരച്ചിരുന്നത്. എന്തുകൊണ്ടാണ് ഔസേപിതാവിൻ്റെ കാതുകൾ വളരെ വലുതായിരുന്നത്? കാരണം ഔസേപിതാവ് രാത്രി കാലങ്ങളിൽ ദൈവസ്വരം ശ്രവിക്കുമായിരുന്നു. രാത്രി കാലങ്ങളിൽ തൻ്റെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ പ്രാർത്ഥനാപൂർവം ദൈവസമക്ഷം പ്രാർത്ഥിച്ച് കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ ഈ കാത്തിരിപ്പിന് കർത്താവ് കൊടുക്കുന്ന, ദൈവം കൊടുക്കുന്ന ഉത്തരങ്ങൾ ശ്രവിച്ച പുണ്യമായ കാതുകൾ. പല സംശയങ്ങളുടെ മുമ്പിലും അതിന് നിവാരണങ്ങൾ കിട്ടിയത് പ്രാർത്ഥനയിലൂടെയാണ്. അത് ദൈവസ്വരം ശ്രവിച്ചുകൊണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഔസേപിതാവിൻ്റെ കാതുകൾ സാധാരണ മനുഷ്യരുടെ കാതു പോലെയായിരുന്നില്ല. ആ കാതുകൾ ദൈവസ്വരം ശ്രവിക്കുവാൻ വേണ്ടി പ്രത്യേകം ഔസേപിതാവ് രാത്രി ചെലവഴിച്ചിരുന്നു. നമ്മുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ഉത്തരം കിട്ടാതെ അലയുമ്പോൾ ദൈവത്തിനോട് നമ്മൾ സമയം കാതു കൊടുത്ത് കാത്തിരുന്നാൽ കർത്താവ് നമുക്ക് ഉത്തരം അരുളും. ഔസേപിതാവിന് ഉത്തരം കിട്ടിയത് രാത്രി സമയങ്ങളിൽ പ്രാർത്ഥനയിലായിരുന്നു. അപ്പോൾ നമ്മുടെയും കാതുകളൊക്കെ ലോകത്തിന് വിട്ടുകൊടുക്കാതെ ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരെയും ഈ ദിവസം അനുഗ്രഹിക്കട്ടെ. ഔസേപിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം നമുക്കുണ്ടാകട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങൾക്ക് ദൈവസ്വരം ശ്രവിക്കുവാനും ആ കൃപയിൽ വളർന്നു വരുവാനും പ്രത്യേക കൃപ നൽകണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.